ക്രിസ്ത്യാനിയുടെയാണോ ഭക്തവിചാരയാണോ? പിന്നെ ഒരു ഇത് താഴെയുള്ള ഇതിലേതാ ആദ്യത്തെ നമ്മൾ കണ്ടു. എനിക്കെങ്ങാണ്ട് അന്ന് 10, 11, 12 വയസ്സേ ഉള്ളൂ കാണുമ്പോ. 12 വയസ്സുണ്ട്, 6, 7, 8 വയസ്സ്. തിയേറ്ററാ തൊടുപുഴമ്പലത്തിന്റെ അടുത്ത്. പേരോർക്കുണ്ടോ തിയേറ്ററിന്റെ? ശ്രീകൃഷ്ണ. ശരിയാണോ? ശ്രീകൃഷ്ണ. ഇപ്പോഴും അതെ, ശ്രീകൃഷ്ണ എന്നാ സിനിമ കൊട്ടാകയുടെ പേര്. മാമിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ? 75 കഴിഞ്ഞു. 76. ഈ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ? നീലക്കുയില്. ഗ്രാമു കരിയാട്ടന്റെ നീലക്കുയിൽ. അത് ഏതാ വർഷം ഓർക്കണ്ടോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എവിടെയാ പോയി കണ്ടത്? നമ്മുടെ ലക്ഷ്മി തിയേറ്റർ, മാർക്കറ്റിന്റെ ഭാഗത്ത്. ഇവിടെ നമ്മുടെ ഈ വെള്ളൂർക്കുന്നമ്പലത്തിന്റെ ഇപ്പുറത്തേത് പണ്ട് ലക്ഷ്മിയാണ്. ഇപ്പൊ വെട്ടുകാട്ടില് ആദ്യം ഇവിടെ ഉള്ള ഒരൊറ്റ സിനിമാ കൊട്ടക അതാ. അവിടെയാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ വേറെ ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് ആ സമയത്ത്? പിന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭാർഗവീ നിലയം, കാട്ടുതുളസി, ഓപ്പോള്, അങ്ങനെ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്. അമ്മാവനും അമ്മായിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അമ്മ ഞങ്ങളുടെ കൂടെ വരാറില്ല. അന്ന് ശബ്ദമുള്ള സിനിമയല്ലായിരുന്നോ? അതെ, ശബ്ദമില്ലാത്ത സിനിമ 1, 2 എങ്ങാണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുണ്ട് അല്ലേ? ശബ്ദമില്ലാത്തതിന് അവര് കഥ പറഞ്ഞു തരുമോ പടത്തിന്റെ ഇടയ്ക്ക്? കഥ പറയുകയാണോ എന്നാന്ന് അതിപ്പോ എനിക്ക് നല്ല സൂത്രം അറിയാമല്ലോ. പിന്നെ അതിനകത്ത് നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അതിന്റെ തുണിയും പറ്റി കണ്ടാൽ നല്ല ഇത് കണക്കിരിക്കണ. അതേ സിനിമയില? ഈ സിനിമ തന്നെ. അന്നത്തെ കാലത്തെ സിനിമകളൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള ഇപ്പോഴത്തെ ഈ സിനിമകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോകാറുമില്ല, TV പോലും കാണാറില്ല. അന്നൊക്കെ ഇങ്ങനെ കഥകളും കുടുംബകഥയും അങ്ങനെയൊക്കെ ഒരുപാട് ഇടിയും അതൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണും. പിന്നെ പുരാണങ്ങൾ ഒരുപാട് വരും ദൈവത്തിന്റെ, അതൊക്കെ അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കന്യാകുമാരി ദേവി, ചോറ്റാനിക്കരവ്, ഇങ്ങനെ പല സിനിമകളും അതൊക്കെ കാണാൻ പോവുമായിരുന്നു. ഭക്തി സിനിമകള് അതൊക്കെ ഇഷ്ടമായിരുന്നു. ആ കാലത്ത് കൂടുതലും ഈ പുരാണങ്ങളും ഒക്കെ ആയിരുന്നോ സിനിമ? അതെ അതെ, പുരാണങ്ങൾ അങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല. കണ്ട അത്ര വലിയൊരു രസമൊന്നുമില്ല. ഇപ്പോഴത്തെ പോലെ അല്ലേ? പിന്നെ ഇന്നത്തെ പോലെ അടിയും ഇടിയും മുന്തും തള്ളും ഇതൊന്നുമില്ല. ഇപ്പൊ അപ്പടി മുന്തും തള്ളും പോലെയും ഒക്കെ അല്ല ഇപ്പോഴത്തെ ഈ സിനിമയ്ക്കകത്തൊക്കെ. അന്ന് അതൊന്നുമില്ല. TV വന്നേ പിന്നെ തിയേറ്ററിൽ പോയിട്ടില്ല അല്ലേ? TV കാണണയാണോ തിയേറ്ററിൽ പോയി കാണാനാണ് ഇഷ്ടം? അതിപ്പം അങ്ങനെ അങ്ങനെ കണ്ടു ശീലിച്ചല്ല. TV കാണുന്ന കാര്യം അത് തന്നെ സൗകര്യമല്ലേ, എങ്ങും പോകണ്ടല്ലോ. അതേ കണ്ടിട്ടുള്ളൂ. ഇന്ന് പിന്നെ TV അങ്ങോട്ട് മാറ്റി വെച്ചാൽ എങ്ങനെല്ലാം സൈസ് വേണേ കാണാം. അന്ന് ഞായറാഴ്ച ദിവസം മാത്രം ഒരു TV ഉണ്ട്. പിന്നെ ചെമ്മീൻ, ഇതൊക്കെ കണ്ട സിനിമയാണ് ഞങ്ങള്. ചെമ്മീൻ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ. രണ്ടിടങ്ങഴി കണ്ടു, നീലക്കുയില്, രണ്ടിടങ്ങഴി, പിന്നെ ഉണ്ട് കുറെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. തമിഴ് സിനിമ ഇവിടെ ഇറങ്ങുമായിരുന്നോ? ആ വരുമല്ലോ. പാലാട്, അങ്ങനെ പിന്നെ ഈ KR വിജയുടെ, ജെമിനി ഗണേശന്റെ ഒക്കെ തമിഴ് സിനിമ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല സിനിമകളൊക്കെ, നല്ല കുടുംബം, അതൊക്കെ ഞങ്ങൾ തമിഴ് മനസ്സിലാവോ?
നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ തമിഴ് അറിയണം? തമിഴ് ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഭട്ടന്മാരുണ്ടല്ലോ. അപ്പൊ അതേ ഞങ്ങളുടെ ആ വീട്ടിലെ തന്നെ ഭട്ടന്മാരായിരുന്നു. ഞങ്ങൾ ആ പിള്ളേരൊക്കെ ഒന്നിച്ച് സ്കൂളിൽ പോകും എടുക്കും ഒക്കെ ചെയ്തോണ്ടിരുന്നല്ലോ. അവര് പറയാൻ അപ്പൊ തമിഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തമിഴ് സിനിമ കാണാറുണ്ടോ? ഇപ്പൊ കാണാറൊന്നുമില്ല. ഇപ്പൊ വല്ലപ്പോഴും ഇതേ പിള്ളേര് ആ ടി വിയില് തമിഴ് വെച്ച് വിജയുടെ അവരുടെയൊക്കെ കാണുമ്പോ കുറച്ചൊക്കെ അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ. പണ്ട് ഞങ്ങള് ഈ ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ അവരുടെ ഒക്കെ തമിഴ് സിനിമ വരുന്നതൊക്കെ കാണും. MR രാധ എന്നൊക്കെ പറഞ്ഞ അതിലെ വില്ലന്മാരായിട്ട് ഉള്ള അതൊക്കെ നല്ല സിനിമ. KR വിജയ അവരുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, അതൊക്കെ കാണും. അത് ചുമ്മാ വെച്ച് കെട്ടിയേ ഉണ്ടാക്കിയ കൊട്ടെ കുടം തെങ്ങോല മെടഞ്ഞ് വെച്ച് കെട്ടിയ മറക്കുക. അത് നമ്മൾ ഏതാനും ഒക്കെ ആൾക്കാർക്ക് ആ മെടലേക്ക് ഒന്ന് കിള്ളി പൊളിച്ച് നോക്കിയാ അത് കാണുകയും ചെയ്യാം. ടിക്കറ്റ് എടുക്കാതെ അങ്ങനെ ഒരു കൊട്ടയായിരുന്നു. സ്ത്രീകളൊക്കെ ഉണ്ടാവുക, ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. പിള്ളേരും സ്ത്രീകളും ആണുങ്ങളും ഒക്കെ കാണും. അന്ന് ഈ ഒരൊറ്റ സിനിമ കൊട്ടകേ ഉള്ളൂ. ആദ്യത്തെ ദിവസമൊക്കെ അവിടെ ഇടിയായിരിക്കും ടിക്കറ്റിന്. അപ്പോഴൊക്കെ കുടുംബമായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. ഒറ്റയ്ക്ക് പോകും. എന്റെ അമ്മയുടെ ചേച്ചി ഒരാൾ ഈ പുഴയ്ക്ക് അക്കരെ താമസിക്കണ്ടാക്കും. പേരമ്മ തുടങ്ങണേന്ന് അവിടെ പോയി ഇടി കൂടി എല്ലാ സിനിമയും തുടങ്ങണേന്ന് പോയി കാണും. എന്നിട്ട് അമ്മ ഇവിടെ കിടന്ന് വഴക്ക് പറയും. 4 ദിവസം കഴിഞ്ഞു പോയാ പോരാ. അവിടെ ചെന്നപ്പം അമ്മാവനെ അമ്മാച്ചാന്ന് ഞങ്ങൾ അമ്മാച്ചൻ കച്ചത്താഴൂടൊക്കെ വരുമ്പോ അവിടെ ഷൂവില് നിൽക്കാന്നിട്ട് ഇവിടെ വന്ന് അമ്മയോട് പറയും. എന്നിട്ട് അമ്മ ഇവിടെ കിടന്ന് വഴക്ക് പറയും. 4 ദിവസം കഴിക്കാൻ കാണും. എന്നാലും ശരിയാ തുടങ്ങണേ അന്ന് പോയി കാണും പേരമ്മ. പിന്നെ ഒറ്റയ്ക്ക് എപ്പോഴേലും സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് എപ്പോഴേലും പോയിട്ടുണ്ടോ? ഇല്ല. ആണുങ്ങൾ പോയില്ലായിരുന്നോ ഒറ്റയ്ക്ക്? ആണുങ്ങൾ എപ്പോഴും പോവായിരുന്നോ വീട്ടിലോ? എന്റെ മൂത്ത ഞങ്ങൾ ആ ഒരു സിനിമയ്ക്ക് വലിയ അവൻ പോവാറുണ്ട് മിക്കവാറും. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് വിടൂല അമ്മ, ചേച്ചിയും ഞങ്ങള്. ആ സമയത്ത് തിയേറ്ററിൽ എങ്ങനെയാ സിനിമ കൊട്ടയിൽ എങ്ങനെ ഇരിക്കണേ? ബെഞ്ചിലാണോ കസേര? അത് ഇങ്ങനെ വെച്ചിട്ട് അന്ന് ആ വെച്ച് കെട്ടിയ സിനിമ കൊട്ടയിൽ ഇങ്ങനെ ഒരു ഏറ്റവും പുറയിൽ ഇങ്ങനെ ഒരു തറ പോലെ ഒരു കയ്യാല കെട്ടും പോലെ ആണ്ട് കെട്ടിയപ്പോക്കെ വെച്ചേക്ക് അവിടെ ഒരു 10-20 കസേര ഉണ്ട്. അവിടെ ഒരു 10-20 കസേര ഉണ്ട് ആ പൊക്കത്തില്. അവിടെ അതാണ് കസേര ആയിട്ട് ആൾക്കാരിക്കും. പിന്നെ അതിന്റെ താഴെ ബെഞ്ച്, അതിന്റെ താഴെ ബെഞ്ചുണ്ട്. അത് ബെഞ്ചിലിരിക്കണം. പിന്നെ അതിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ പടമുള്ള തുണി വിരിച്ചേക്കണേ ഇതുവരെ അതിന്റെ അടുത്ത് ചുമ്മാ മണ്ണാണ്. ചുമ്മാ മണ്ണ് കണ്ട കടലാസ് ഇത് പേപ്പർ അതും ഇതുമൊക്കെ. അതിൽ ആൾക്കാർ എണിച്ചു പോകുമ്പോ വേണ്ട കടലാസ് അതിൻ്റെ അകത്ത് കിടക്കണം. അത് ഒരെണ്ണം ഉള്ളൂ. നമ്മളൊക്കെ പോയപ്പോ എവിടെ ഇരിക്കണേ? ഞങ്ങള് പോയപ്പോ ഞങ്ങള് ചുമ്മാ നേരത്തായിരുന്നേ. പണ്ട് ഓലമഞ്ഞ തിയേറ്റർ ആയിരുന്നോ? ഞങ്ങള് പോകുമ്പോഴേ ഓട ലക്ഷ്മി ഇതാ ഓലയൊന്നുമല്ല. ഇരിക്കണൊക്കെ എങ്ങനെ? കസേര ബെഞ്ച് ആദ്യം തറ, മണ്ണ് തറ, അതിന്റെ പുറകില് ബെഞ്ച്, അതിന്റെ പുറകില് ചാരി ബെഞ്ച്, അത് കഴിഞ്ഞാണ് പിന്നെ ഇത് ഒറ്റ കസേര. നിങ്ങളൊക്കെ പോകുമ്പോ എവിടെ ഇരിക്കണേ? ഞങ്ങള് ആദ്യ കാലങ്ങളിലൊക്കെ പോകുമ്പോ ഞങ്ങള് ബെഞ്ചിനായിരിക്കണം. അന്നൊന്നും അങ്ങനെയൊന്നുമില്ല, ബെഞ്ചിന്. അത് കഴിഞ്ഞ് പിന്നെ കുറെ വലുതൊക്കെ ആയി കഴിഞ്ഞ് എന്റെ ചേച്ചിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ മച്ചമ്പിയൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോ പുറകിലായിരിക്കണം. അതൊന്ന് ഫസ്റ്റ് ക്ലാസ്സോ അങ്ങനെയൊക്കെ അതിലാണ് ഇരിക്കണത്. ആദ്യ കാലത്തൊക്കെ ഞങ്ങൾ പോകുമ്പോ ഞങ്ങള് ബെഞ്ചിന്, അല്ലെങ്കിൽ ബെഞ്ചിന്റെ ടിക്കറ്റ് തീർന്നു പോയെങ്കിൽ ചാരി ബെഞ്ചിന്. അതിന് പിന്നെ നാടകം കണ്ടിട്ടുണ്ടോ സിനിമയ്ക്ക് മുന്നേ? സിനിമയ്ക്ക് പിന്നെ ഞാൻ നാടകമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നാടകത്തിന് പിന്നെ ഞാൻ പോയില്ല. സിനിമ കഴിഞ്ഞും നാടകം ആ സമയത്തൊന്നും നാടകം കാണാൻ പോക്കില്ലായിരുന്നു അല്ലെ? സിനിമയാണ് അപ്പൊ ആദ്യം കണ്ടു തുടങ്ങിയ. അത് ആ സിനിമ അങ്ങനെ അത് എപ്പോഴും എന്നും കൊണ്ടുപോയില്ല, വല്ലപ്പോഴും എങ്ങാനും ഒന്ന് പറഞ്ഞു. അതിന് മുന്നേ നാടകം കണ്ടിട്ടുണ്ടോ? നാടകം കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് കാണുന്നത് സിനിമയാ. പിന്നെ നാടകം കണ്ടിട്ടുണ്ട്. കാവിൽ ഉത്സവം വരുമ്പോ ഷർഫിൽ നാടകം വരുമ്പോ പോയി. ആദ്യ കാലത്തൊന്നും നാടകമില്ല.
കുറേ കാലങ്ങൾ കഴിഞ്ഞാണ് നാടകമൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങനെ പ്രായമായി 10, 14, 15 വയസ്സായി. പിന്നെ എന്നെ അങ്ങനെ കൊണ്ടുപോകില്ല. എങ്ങും അങ്ങനെ വിടുകയില്ല, പോവുകയില്ല, കൊണ്ടുപോയി. ചുമ്മാ ഒരു വൈദ്യന്മാരെ പോലെ അങ്ങനെ വീട് കഴിഞ്ഞു പോകും. 10, 17 വയസ്സായപ്പോഴത്തേക്കും 17 വയസ്സിൽ കല്യാണം കഴിച്ചു. മമ്മി എത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണേ? 18 വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. ചന്തുവിൻ്റെ അച്ഛന് 21 വയസ്സ്. നിങ്ങൾ ഒരുമിച്ച് പോയി കണ്ടാലേ ഏതാ ഏറ്റവും നല്ല സിനിമ? ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഏതാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് നല്ല ഓർമ്മയില്ല. ഈ ഓഫോൾ എന്ന് പറയുന്ന പണ്ടൊരു സിനിമയുണ്ട്. അത് ഞാൻ അത് കണ്ടിട്ടുണ്ട്. അത് നല്ല സിനിമയായിരുന്നു. അത് സിനിമയ്ക്ക് സിനിമ കൊട്ടയിൽ ഇരിക്കാൻ സിനിമയ്ക്ക് കൊട്ടാൻ അവിടെ ഒരു വേദകൃഷ്ണനുണ്ട്. അയാളാണ് എന്നും ഈ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് കൊട്ടാൻ ചെണ്ട കൊട്ടു. എന്തോ 600, എത്ര ഏക്കർ 600, അച്ചക്കം. അന്നൊക്കെ ചക്കറ ചെമ്പിയൊക്കെ ഇറങ്ങാൻ. ഈ ജയന്റെ സിനിമകളൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ ജയന്റെ സിനിമ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അതൊക്കെ എപ്പോഴാണ്? അതൊക്കെ ജയം മരിച്ചു ഒത്തിരി കാലം കഴിഞ്ഞ പിന്നെയല്ലേ. ജയം മരിച്ചിട്ട് 18 കൊല്ലമോ 12 കൊല്ലമല്ലോ. 12 കൊല്ലല്ല, 10-40 കൊല്ലായി ജയം മരിച്ചിട്ടോ.